കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തിരുപ്പതി അമ്പലത്തിൻ്റെ വിശേഷങ്ങളാണ് കാണിച്ചത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവേർക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ മുമ്പിലാണ്. ബസ് സ്റ്റാൻഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ബസ് സ്റ്റാൻഡ് കാണാം. റൈറ്റ് സൈഡിൽ ഉള്ളിലേക്ക് ഇതുപോലൊരു വഴിയുണ്ട്. അവിടുന്ന് ഏകദേശം 1 മിനിറ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ തിരുവേർക്കാട് കരുമാരി അമ്മൻ അമ്പലത്തിൽ നമുക്ക് എത്താൻ പറ്റും. 2 സൈഡിലും പലവിധ സാധനങ്ങൾ കിട്ടുന്ന കടകളുണ്ട്. അമ്പലത്തിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ കിട്ടും, വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. ഇവിടെ പെയിൻറ്റിങ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെയിൻ്റനൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പിലത്തെ കടകളിൽ നിന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം. എന്താ ഇവിടെ ചെറിയ തൊട്ടിൽ, കുഞ്ഞുങ്ങളുണ്ടാവാൻ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ തൊട്ടിൽ, കുങ്കുമം, പിന്നെ വള, നാരങ്ങ, സാരി, പൂക്കളും പൂമാലകളും ഇതെല്ലാം നമുക്ക് വെളിയിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഇത് വാങ്ങിച്ചിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നിടത്ത് ആണ് നമ്മൾ ഇനിയുള്ള കാഴ്ചകൾ കാണാൻ പോകുന്നത്. അപ്പോൾ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന കടകളുണ്ട്. ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെ വലിയ നീളത്തിൽ വിസ്താരമുള്ള മണ്ഡപങ്ങളുണ്ട്. ഇവിടെ മുഹൂർത്ത സമയത്ത് നിറയെ കല്യാണങ്ങൾ നടക്കാറുണ്ട്. അതായത് ചിലരിങ്ങനെ വേണ്ടുതൽ നടത്തും, ഞങ്ങൾ കല്യാണം ഇവിടെ വെച്ച് നടത്താമെന്ന്. അപ്പോൾ കയറിയപ്പം ലെഫ്റ്റ് സൈഡിൽ ആഗ്രഹം പൂർത്തിയായ ഒരു കൂട്ടർ അവർ പ്രസാദം വിതരണം ചെയ്യുമായിരുന്നു. ഇതാണ് കയറുമ്പോൾ ഉള്ളിൽ നമ്മൾ ആദ്യം കാണുന്ന കാഴ്ച. അത് കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ നേരെ കയറുമ്പോൾ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും ഗണപതിയുടെ വിഗ്രഹം പൂജിക്കണത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രസാദ കൗണ്ടറുണ്ട്. ആ പ്രസാദ കൗണ്ടറിൻ്റെ ബാക്കിലായിട്ട് തിരുപ്പതി ബാലാജിയുടെ വിഗ്രഹവും അവിടവും നമുക്ക് തൊഴാൻ പറ്റും. ഇനി നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ അലൗഡ് അല്ല. സോ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാതെ വെളിയിൽ മാത്രമേ എടുത്തുള്ളൂ. ഇവിടെ നമ്മൾ കുങ്കുമ പൂജയ്ക്കായിട്ടാണ് വന്നത്. 4 മണി തൊട്ട് 5 മണി വരെയാണ് ഇതിനുള്ള സമയം. 1 കിലോയോളം കുങ്കുമം നമ്മൾക്ക് ദേവിയുടെ മുമ്പിൽ നേദിക്കുന്നതിനാണ് കുങ്കുമ പൂജ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് നേർന്നിരുന്നത്. അപ്പോൾ അവരുടെ കൂടെയാണ് ഞാൻ ഇന്ന് പോയത്. അപ്പോൾ അമ്പലത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് വിശപ്പുണ്ടായിരുന്നു. അപ്പം വിശന്നപ്പം കുറച്ച് മസാല ദോശയും ഇഡ്ഡലിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. ഈ ഹോട്ടലിൻ്റെ അകത്തും ദേവിയുടെ ഫോട്ടോസാണ് അവർ വെച്ചിരിക്കുന്നത്. ഇത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു ദേവിയാണ് ഇവിടുത്തേത്. ആഗ്രഹം നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നടത്തിത്തരും എന്നുള്ളത് കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഡെയിലി വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നത് ടാക്സിയിലായിരുന്നു. ഏകദേശം 40 മിനിറ്റ് എടുത്തു. 20 കിലോമീറ്ററേ ഉള്ളായിരുന്നു. തിരിച്ചു പോകാൻ എന്ത് ചെയ്യാം, ടാക്സി ബുക്ക് ചെയ്യാവോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നിറയെ ഷെയർ ഓട്ടോകൾ വന്നത്. ശരി, അപ്പോൾ ഷെയർ ഓട്ടോയുടെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഇതുവരെ ഷെയർ ഓട്ടോയിൽ കയറിയിട്ടില്ല. അപ്പോൾ അത് നടക്കട്ടെന്ന് കയറി ഷെയർ ഓട്ടോയിലിരുന്ന് നല്ല കുടുങ്ങി നല്ല രസമായിരുന്നു. 8 പേരോളമാണ് ഇതിൻ്റെ അകത്ത് യാത്ര ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ മനസ്സ് നിറഞ്ഞ് ഈ ഷെയർ ഓട്ടോയുടെ എക്സ്പീരിയൻസ് അറിഞ്ഞ് നമ്മൾ വന്നു. അപ്പോൾ ചെന്നൈയിലുള്ളവർ തിരുവേർക്കാട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ.